ശങ്കരപുരി കുടുംബക്കാർ വിവിധ സ്ഥലങ്ങളിലായി മാറി. പ്രസ്തുത കുടുംബത്തിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായി തായ് വഴികൾ പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോയി. കുടമാളൂർ, എടത്വ, ചെങ്ങന്നൂർ, പുത്തൻകാവ്, അതിരമ്പുഴ, തിരുവല്ല, ഓമല്ലൂർ മുതലായ സ്ഥലങ്ങളിൽ ഈ കുടുംബക്കാർ ധാരാളമുണ്ട്. തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ശാഖോപശാഖകളായി സ്വദേശത്തും വിദേശത്തുമായി ശങ്കരപുരി കുടുംബക്കാർ കഴിയുന്നു. ശങ്കരപുരി കുടുംബക്കാർ അരുവിത്തുറയിലേക്ക്. AD 900 ആണ്ടോടുകൂടി ശങ്കരപുരി കുടുംബക്കാരിൽ ചിലർ അരുവിത്തുറ പ്രദേശങ്ങളിൽ പോയി താമസിച്ചു. അന്ന് പാണ്ഡ്യരാജ്യവുമായി വ്യാപാരം നടത്തിയിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അരുവിത്തുറ. മീനച്ചിലാറിലൂടെ വേമ്പനാട്ട് കായലിൽ നിന്ന് കെട്ടുവള്ളം അരുവിത്തുറ വരെ അനായാസേന കൊണ്ടുപോകാമായിരുന്നു. അതിനാൽ ആ വഴിക്കും ചരക്കുകൾ ഇറക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അരുവിത്തുറയിൽ അവർ ആലയ്ക്കൽ എന്ന വീട്ടുപേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രസ്തുത കുടുംബക്കാരിൽ ചിലർ 11-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ വസ്തുവകകൾ സ്ഥാപിച്ച് അവിടെ താമസമാക്കുകയും പാണ്ഡ്യരാജ്യക്കാരുമായി കച്ചവടം നടത്തുകയും ചെയ്തിരുന്നു. അവരിലൊരാൾ വളരെ പ്രതാപവാനായിരുന്നത്രേ. പ്രഭുതുല്യനായ കപ്യൂത്തിയാർ ക്യാപ്റ്റൻ എന്ന ബഹുമതി നേടിയിരുന്നു. പാണ്ഡ്യപ്പടയുടെ ആക്രമണവും വന്യമൃഗങ്ങളുടെ ശല്യവും പകർച്ചവ്യാധികളും മുഖാന്തരം നിലയ്ക്കൽ നിവാസികൾ അവിടെ നിന്ന് മാറിപ്പോകാനിടയായി. അരുവിത്തുറ, കാഞ്ഞിരപ്പള്ളി, പാല എന്നീ പ്രദേശങ്ങളിലേക്കാണ് അവർ തിരിച്ചു പോന്നത്. അന്ന് നിലയ്ക്കൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കാഞ്ഞിരപ്പള്ളി പള്ളിയിലെ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അരുവിത്തുറ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസിൻ്റെയും തിരുസ്വരൂപങ്ങൾ എന്നാണ് പാരമ്പര്യ വിശ്വാസം. ഇത് AD 1450 ആണ്ടോടുകൂടിയാണ്. അരുവിത്തുറ നിന്ന് ആലയ്ക്കൽ കുടുംബത്തിലെ ഒരു വീട്ടുകാർ പാലായ്ക്കടുത്ത് വെള്ളിച്ചെറിയിലേക്ക് മാറി താമസിച്ചു. എടാട്ട് വട്ടപ്പറമ്പിൽ എന്നായിരുന്നു വീട്ടുപേർ. അക്കാലത്ത് വടക്കങ്കൂർ രാജകുടുംബത്തിൽപ്പെട്ട ഒരംഗം രാമപുരത്ത് വെള്ളിലാപ്പള്ളി കേന്ദ്രമാക്കി രാജ്യഭരണം നടത്തിയിരുന്നു. ഇടത്തിത്തമ്പുരാക്കന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. രാജകുടുംബാംഗങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിരുന്നത് വള്ളിച്ചിറ വഴിയാണ്. അപ്പോൾ എടാട്ട് വട്ടപ്പറമ്പിൽ വിശ്രമാർത്ഥം കയറുക പതിവായിരുന്നു. പ്രസ്തുത കുടുംബാംഗങ്ങളുടെ കുലീനതയും വിശ്വസ്തതയും കാര്യശേഷിയും മനസ്സിലാക്കിയ രാജാവ് അവരിലൊരാളെ വെള്ളിലാപ്പള്ളിയിലേക്ക് ക്ഷണിച്ചു. വെള്ളിലാപ്പള്ളിയിൽ പ്രസ്തുത കുടുംബം രാമപുരത്ത് വെള്ളിലാപ്പള്ളിയിൽ കൊട്ടാരത്തിനടുത്ത് കരമൊഴിവായി കൊടുത്ത തയ്യിൽ തുണ്ടത്തിൽ താമസമാക്കി. അങ്ങനെ തയ്യിൽ തുണ്ടത്തിൽ എന്ന വീട്ടുപേര് ലഭിച്ചു. ഇത് 1300 ആണ്ടോടുകൂടിയാണ്. തീണ്ടൽ, തൊടിയിൽ മുതലായ ആചാരങ്ങൾ നിലനിന്നിരുന്ന അക്കാലത്ത് നസറാണി തൊട്ടാൽ ശുദ്ധിയാകുമെന്ന വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. തയ്യിൽ തുണ്ടത്തിൽ കുടുംബത്തിൽപ്പെട്ടവർ ഇടത്തിത്തമ്പുരാക്കന്മാരുടെ ഇഷ്ടത്തോഴന്മാരും അക്കാരണത്താൽ തന്നെ രാജസന്നിധിയിൽ സ്വാധീനമുള്ളവരുമായിരുന്നു. ചോലപ്പള്ളിയിൽ ഇടത്തിത്തമ്പുരാൻ്റെ സജീവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിന് തയ്യിൽ തുണ്ടത്തിൽ നിന്ന് ഒരാളെ കൊട്ടാരത്തിനടുത്ത് ചോലപ്പള്ളിയിൽ കുടുംബസഹിതം താമസിപ്പിച്ചു. ഇത് 1340 ആണ്ടോടുകൂടിയാണ്. വടക്കങ്കൂർ രാജവംശം അധികാരത്തിൽ ഇരുന്നിടത്തോളം കാലം ഇടത്തിത്തമ്പുരാക്കന്മാരുടെ മന്ത്രിമാരായിരുന്നു ചോലപ്പള്ളിയിലെ കുടുംബനാഥന്മാർ. ആ നിലയിലുള്ള അധികാരങ്ങളും പദവികളും അവർക്കുണ്ടായിരുന്നു. മാഞ്ഞൂർ, പള്ളം, വൈക്കം മുതലായ സ്ഥലങ്ങളിലെ നാടുവാഴികൾ ചോലപ്പള്ളിയിൽ കുടുംബാംഗങ്ങളിൽ ചിലരെ തങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. കരമൊഴിവായി ഭൂമി നൽകി താമസിപ്പിച്ചിട്ടുണ്ട്. പള്ളത്ത് ചന്ദനത്തിലെന്നും മാഞ്ഞൂർ തേവർപ്പറമ്പിലെന്നുമായിരുന്നു അവരുടെ വീട്ടുപേർ. രാമപുരത്തും സമീപ പ്രദേശങ്ങളിലും ചോലപ്പള്ളിയിൽ നിന്ന് മാറി താമസിച്ച അനേകം ശാഖാ കുടുംബങ്ങളുണ്ട്. വിച്ചാട്ട്, ആനപ്പാറ, ഏരിമറ്റം തുടങ്ങിയവ ഇതിൽപ്പെടും. രാമപുരം പള്ളി സ്ഥാപനം. അക്കാലത്ത് രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ഇടവകപ്പള്ളി കുറവിലങ്ങാടായിരുന്നു. ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം രാമപുരംകാരി ഒരു അമ്മൂമ്മ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പുറപ്പെട്ടു. കുഴമല 8 കല്ലിൽ നിരപ്പിൽ എത്തിയപ്പോൾ കുറവിലങ്ങാട് പള്ളിയിൽ ഉയർപ്പിൻ്റെ സമയമണി അടിച്ചു കേട്ടു. അമ്മൂമ്മ അവിടെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി രാമപുരത്തൊരു പള്ളി വച്ചതിന് ശേഷമേ കുർബാന കാണുന്നുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തി തിരിച്ചു പോന്നു. അന്ന് പാലാപ്പള്ളിയിലായിരുന്ന ചോലപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ഔസേപ്പച്ചനെ ചെന്ന് കണ്ട് അമ്മൂമ്മ ആവശ്യം അറിയിച്ചു. അന്നത്തെ മന്ത്രിയുടെ സ്വാധീനം കൊണ്ട് ആവശ്യമായ അനുവാദം വാങ്ങി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ ഒരു പള്ളി രാമപുരത്ത് പണി കഴിപ്പിച്ചു.
പള്ളിക്ക് ആവശ്യമായ സ്ഥലം വള്ളിച്ചിറ കൈമളിൽ നിന്ന് സൗജന്യമായി ലഭിച്ചു. 1450 ആണ്ടോടുകൂടിയാണ് രാമപുരത്ത് പള്ളി ഉണ്ടായത്. പല പല ഘട്ടങ്ങളിലായി പള്ളി പുതുക്കി പണിതിട്ടുണ്ട്. 1559 വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവരികയും പുതുക്കിപ്പണിത ദേവാലയം വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിൽ ആക്കുകയും ചെയ്തു. 1864 പുത്തൻപള്ളി പണിതപ്പോൾ ആദ്യ ദേവാലയത്തെ അനുസ്മരിച്ച് അത് ദൈവജനനിക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. പ്രശസ്തനായ ഭരണാധികാരി. ചോലപ്പള്ളിയിൽ താമസിച്ചിരുന്നവർ ഇടത്തി തമ്പുരാക്കന്മാരുടെ മന്ത്രിമാരായിരുന്നു. 1650 ആണ്ടോടടുത്ത് അധികാരത്തിലിരുന്ന യൗസേപ്പ് മന്ത്രിക്ക് രാജസന്നിധിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം തെളിയിക്കുന്ന പല സംഭവങ്ങളും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ വെള്ളിലാപ്പള്ളിയിൽ താമസിച്ചിരുന്ന മറ്റത്തിൽ കൊല്ലന്മാരിൽ ഒരാളെ ഏതോ കുബുദ്ധികളുടെ ദുരാരോപണത്തിന് വശമതിനായി രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. കൊല്ലൻ്റെ ഭാര്യ ഔസേപ്പ് മന്ത്രിയെ അഭയം പ്രാപിച്ചു. നിജസ്ഥിതി മനസ്സിലാക്കിയ മന്ത്രി ഉടൻ തന്നെ രാജസന്നിധിയിലെത്തി സത്യാവസ്ഥ ബോധിപ്പിച്ചു. അപ്പോഴേക്കും കൊല്ലനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. സാധിക്കുമെങ്കിൽ ഓടിയെത്തി കൊല്ലനെ രക്ഷിച്ചുകൊള്ളാൻ രാജാവ് കൽപ്പിച്ചു. നിമിഷങ്ങൾക്കകം മന്ത്രി തന്നെ രംഗത്തെത്തി കൊല്ലനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു. വിരോധികൾ വീണ്ടും കൊല്ലനെ ഉപദ്രവിക്കാതിരിക്കാൻ രാജ്യാതിർത്തിക്കപ്പുറം അമ്പാറ എന്ന സ്ഥലത്തേക്ക് അയാളെ മാറ്റി താമസിപ്പിച്ചു. ഇടത്തി തമ്പുരാക്കന്മാരുടെ വേറൊരു മന്ത്രി ഒരു നമ്പൂതിരിയായിരുന്നു. ഔസേപ്പ് മന്ത്രിയുടെ ഔന്നത്യത്തിൽ അസൂയാലുവായ നമ്പൂതിരി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഇരുവരും വേട്ടയ്ക്കിറങ്ങി. നമ്പൂതിരി ഒരു പശുവിനെ തീറ്റയും കൊടുത്ത് കാട്ടിൽ ഒളിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ അതാ ഒരു മ്ലാവ് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഔസേപ്പ് മന്ത്രിയെക്കൊണ്ട് അതിനെ വെടിവെപ്പിച്ചു. അടുത്തു ചെന്നപ്പോഴാണ് അതൊരു പശുവാണെന്ന് ഔസേപ്പ് മന്ത്രിക്ക് മനസ്സിലായത്. ഗോവധം നിരോധിച്ചിരുന്ന കാലമായതിനാൽ ഔസേപ്പ് മന്ത്രി പരിഭ്രാന്തനായി. നമ്മൾ രണ്ടുപേരുമുള്ളപ്പോൾ താങ്കളൊന്നും പേടിക്കേണ്ട എന്ന് നമ്പൂതിരി സമാധാനിപ്പിച്ചു. എങ്കിലും അദ്ദേഹം തന്നെ വിവരം എത്രയും വേഗം രാജാവിനെ ധരിപ്പിച്ചു. ഔസേപ്പിനെ 8 ദിവസം പനയലവ് കൊണ്ടുള്ള പുലിക്കൂട്ടിലിട്ട ശേഷം തൂക്കിക്കൊല്ലുവാൻ വിധിയുണ്ടായി. 8 ദിവസവും ഔസേപ്പിൻ്റെ ഭാര്യ ചോറ് പൊതി കൊണ്ട് വന്ന് കൊടുത്തിരുന്നു. പൊതിച്ചോറിൽ വിഷം ചേർത്ത് ഭാര്യ കൊടുക്കാൻ ഇടയായാൽ രാജകൽപ്പന നടപ്പാക്കാൻ പറ്റാതെ വന്നേക്കുമെന്ന് കാവൽക്കാർ സംശയിച്ചു. അതിനാൽ പൊതി കൊണ്ടുവരുമ്പോൾ അതിലൊരു ഭാഗം ഭാര്യയെ തന്നെ തീറ്റിയിട്ടേ മന്ത്രിക്ക് കൊടുത്തിരുന്നുള്ളൂ. ഭാര്യ ചോറും കൊണ്ടുവന്നപ്പോൾ തൻ്റെ അപകടസ്ഥിതി അമ്പാറയുള്ള കൊല്ലനെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. വിവരം മനസ്സിലാക്കിയ കൊല്ലൻ ഉടൻ തന്നെ വിശേഷ രീതിയിൽ ഒരു കത്തി ഉണ്ടാക്കി കൊടുത്തയച്ചു. പിറ്റേ ദിവസത്തെ ചോറ് പൊതിയിൽ ഒളിച്ചു വെച്ചിരുന്ന കത്തി ഔസേപ്പ് മന്ത്രി എടുത്ത് രഹസ്യമായി സൂക്ഷിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ആ കത്തി കൊണ്ട് പുലിക്കൂടിൻ്റെ അഴികൾ മുറിച്ച് പുറത്തു ചാടി ചോലപ്പള്ളിയിലെത്തി. വാളും പരിചയും എടുത്ത് മക്കളിൽ ഒരാളെയും കൂട്ടി പൂഞ്ഞാറ്റിലെത്തി അവിടുത്തെ നാടുവാഴിയുടെ സംരക്ഷണത്തിൽ നടക്കൽ താമസിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ പ്രവിത്താനം പള്ളിയിലാണ് ശവസംസ്കാരം നടത്തിയത്. രാമപുരത്തിൻ്റെ കുരിശുപള്ളിയായിരുന്നു അന്ന് പ്രവിത്താനം. പൂഞ്ഞാറ്റിലേക്ക് രക്ഷപ്പെട്ട ഔസേപ്പ് മന്ത്രിയുടെ മകൻ കുര്യൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് തെക്കങ്കൂർ രാജാവിൻ്റെ പട്ടാളക്കാർ വെള്ളിലാപ്പള്ളിയിലെത്തി ഇടത്തി തമ്പുരാക്കന്മാരുടെ കൊട്ടാരം ആക്രമിച്ചത്. കൊട്ടാരത്തിന് തീ വച്ചതിന് ശേഷം അവർ ചോലപ്പള്ളിയിലേക്ക് ചെന്നു. കുടുംബനാഥനായ മന്ത്രിയുടെ നയപരമായ പെരുമാറ്റം കൊണ്ട് അവർ അതിക്രമമൊന്നും കാട്ടിയില്ല. പഴങ്ങളും കരിക്കും നൽകി അദ്ദേഹം അവരെ സൽക്കരിച്ച് പറഞ്ഞയച്ചു. പട്ടാളക്കാർ നേരെ രാമപുരം പള്ളിയിലേക്കാണ് പോയത്. അന്നത്തെ വികാരി ചോലപ്പള്ളി കുടുംബത്തിലെ ഒരു വൈദികനായിരുന്നു. ഇടവ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ അനുഗ്രഹത്താലും ചോലപ്പള്ളിയിൽ വെച്ച് തങ്ങൾക്ക് നേരത്തെ ലഭിച്ച സൗഹാർദ്ദപൂർവമായ സ്വീകരണത്താലും പട്ടാളക്കാർ ദേവാലയം നശിപ്പിക്കാതെ ഇറങ്ങിപ്പോയി. ചൊല്ലും ചിലമ്പുമുള്ള ചോലപ്പള്ളി. 1751 വേണാട്ട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മറ്റു പല ചെറു രാജ്യങ്ങളോടുമൊപ്പം വടക്കങ്കൂർ രാജ്യവും യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തു. അങ്ങനെ വെള്ളിലാപ്പള്ളിയിൽ ഇടത്തിത്തമ്പുരാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം തിരുവിതാംകൂറിൻ്റെ ഭാഗമായി തീർന്നു. ചോലപ്പള്ളിയിൽ കുടുംബത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന മന്ത്രിപദവി അങ്ങനെ അവസാനിച്ചു. എങ്കിലും പൊതുജനങ്ങളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനം ചോലപ്പള്ളി കുടുംബത്തിനുണ്ടായിരുന്നു. സമൂഹത്തെ നയിക്കാനും നിയന്ത്രിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ശിക്ഷിക്കാൻ പോലുമുള്ള അധികാരവും അവകാശവും ചോലപ്പള്ളി കുടുംബം നിലനിർത്തിപ്പോന്നു. ചൊല്ലും ചിലമ്പുമുള്ള ചോലപ്പള്ളി എന്ന പേരുണ്ടായത് അങ്ങനെയാണ്.